നേന്ത്രപ്പഴത്തിന്റെ തൊലി കൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പൊ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം തന്നെ അത് കഴുകി എടുക്കണം കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പഴത്തിന്റെ തൊലി മാറ്റി വെച്ചിട്ട് ഇനി ആ നേന്ത്രപ്പഴം നമ്മൾ ആ 3ഉം ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പഴം അരിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 കപ്പ് വെള്ളം പാട് ഒഴിച്ചിട്ട് അതൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഇനി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതാ ഇത് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങമ്പാട് ചേർത്തിട്ട് ആ തേങ്ങയിലേക്ക് ആ ശർക്കരപ്പാനൊക്കെ പിടിച്ച് ഏകദേശം ഇതുപോലെ വറ്റി വരുന്ന വരെയൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിൻ്റെ മാവുണ്ടല്ലോ, അത് ഇതുപോലെ അധികം കട്ടിയില്ലാതെ എല്ലാ വശത്തേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നടുവശത്ത് ഇതിൽ നിന്ന് 1 ടീസ്പൂണ് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് 2 വശം പാടെ യോജിപ്പിച്ചിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കുറച്ചും പാടെ മാവ് ഇതുപോലെ എല്ലാ വശത്തും ആക്കിയിട്ടൊന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ അത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അതാ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നല്ലവണ്ണം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിടാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴമട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഴയിലേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.